വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. യെസ്, നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര് മെഡീവൽ ഇന്ത്യ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും അല്ലെ. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ബിൽഡിങ്സിനെ കുറിച്ചായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. മെഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ബിൽഡിങ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലിയിൽ വന്നിട്ടുള്ള ബിൽഡിങ്സ് ആയിട്ടുള്ള താജ്മഹൽ, കുത്തബ് മിനാർ, ജുമാ മസ്ജിദ്, റെഡ് ഫോർട്ട്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മാറി എന്താണ്, ഒരു പുതിയ സ്റ്റൈൽ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഗോത്തിക് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, ഗോത്തിക് ശൈലി എന്നൊക്കെ പറയും. ഇത് നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോർച്ചുഗീസുകാരായിരുന്നു കേട്ടോ. പോർച്ചുഗീസുകാരായിരുന്നു എന്താ ഇത്, ഈ ഒരു പുതിയ ശൈലി, അതായത് 16-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഈ പോർച്ചുഗീസുകാരായിരുന്നു ഈ ഒരു ശൈലി, ഗോത്തിക് സ്റ്റൈൽ എന്ന ഈ ഒരു ശൈലി, ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു ഗോത്തിക് സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് ഈ ഒരു സ്റ്റൈൽ, അതായത് ഗോത്തിക് സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോർച്ചുഗീസുകാരാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോയിന്റഡ് ടവേഴ്സ്, മേലോട്ട് ഇങ്ങനെ ടവേഴ്സ് ആയിട്ടാണ്, അതിന്റെ പോയിന്റഡ് ടവേഴ്സ് ഉണ്ട്, ആർച്ചുകൾ, കമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇതായിരുന്നു എന്താ ഈ ഒരു ഗോത്തിക് സ്റ്റൈലിന് പ്രധാനപ്പെട്ട ഫീച്ചർ അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? യെസ്, എന്താണ്? പോയിന്റഡ് ടവേഴ്സും ആർച്ചുകളും കമാനങ്ങളും ആയിരുന്നു ഈ ഒരു ഇത്തരത്തിലുള്ള ഗോത്തിക് സ്റ്റൈൽ ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അതായിരുന്നു. ദെൻ ഇതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി. കണ്ടോ, ഈ ഒരു സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി ഈ ഒരു ഗോത്തിക് സ്റ്റൈലിന് എക്സാമ്പിൾ ആണ്, ഉദാഹരണമാണ്. നോക്കിക്കോ, എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? യെസ്, എന്താണ്? കൂർത്ത ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ ആർച്ചസ് കണ്ടോ, ആർച്ചസ് ഇവിടെ മാർക്ക് ചെയ്ത് കണ്ടോ, ഇതാണ് ആർച്ചസ്, ഇങ്ങനെയായിരുന്നു. പിന്നെന്താണുള്ളത്? യെസ്, പോയിന്റഡ് ടവേഴ്സ്, ഇതുപോലെ തന്നെയാണ് പോയിന്റഡ് ടവേഴ്സ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഇത്തരത്തിലുള്ള സ്റ്റൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ഒന്നെന്ത്, കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, സെന്റ് ഫ്രാൻസിസ് പള്ളി അല്ലെ, ആ ഒരു ചർച്ച് എന്താണ്, അതിനുള്ള എക്സാമ്പിൾ ആണ്. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഗോവയിലെ ബോം ജീസസ് ചർച്ച് കേട്ടോ. ഗോവയിലെ ബോം ജീസസ് ചർച്ച് ഇതിന് എക്സാമ്പിൾ ആണ്. കണ്ടോ, അതിന്റെ ആർച്ചുകൾ കണ്ടോ, ആർച്ചുകൾ ഉണ്ട്. അതെന്താണ്, ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ടവേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഗോത്തിക് സ്റ്റൈലിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ബോം ജീസസ് ചർച്ചും ഗോവയും കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചും ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.